ഇ ലേണിംഗ് ഇൻഡസ്ട്രിയുടെ സാധ്യത എത്രമാത്രമുണ്ട്? ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഡിജിറ്റൽ പ്രോഡക്ട്സും പാസീവ് ഇൻകം, ഇതെല്ലാം ഇ ലേണിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്ന ടോട്ടൽ സബ്ജക്റ്റുകളാണ്. 2025 മൊബൈൽ ലേണിംഗ് മാർക്കറ്റ് മാത്രം ടച്ച് ചെയ്യാൻ പോകുന്ന ടേൺ ഓവർ ഏതാണ്ട് $55 ബില്യൺ ഇൻഡസ്ട്രിയാണ്. ആലോചിച്ച് നോക്കുക. 1 ബില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി 7,000 കോടി രൂപയോളം വരും. 7,000 × 55 നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക എത്രമാത്രം വരുമെന്ന്. അതുപോലെ ഇ ലേണിംഗ് ഇൻഡസ്ട്രി ടോട്ടൽ ടച്ച് ചെയ്യാൻ പോകുന്നത് 325 ബില്യനാണ് 2025. അത്രമാത്രം സാധ്യതയുള്ളൊരു മേഖലയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യത എങ്ങനെ ഉപയോഗപ്പെടുത്താം, എങ്ങനെ ഈ ഒരു മേഖലയിൽ നിങ്ങളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാം, നിങ്ങളുടേതായുള്ള യുണീക്കായിട്ടുള്ളൊരു പ്രോഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്കെങ്ങനെ ഈ ഒരു മേഖലയിൽ പൊസിഷൻ ചെയ്യാം, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ക്രെഡിബിലിറ്റി, പേഴ്സണൽ ബ്രാൻഡിങ് ഈ ഒരു മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾ എന്നുള്ള വ്യക്തി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ കസ്റ്റമേഴ്സ് അറിയണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നിങ്ങളുടേതായ ഒരു യുണീക്ക് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ഇപ്പോൾ ഇ ലേണിംഗ് ഇൻഡസ്ട്രി ടോട്ടൽ പറയുമ്പോൾ വീഡിയോ ലെസൺസ്, ഇതുപോലത്തെ ഡിജിറ്റൽ പ്രോഡക്ട്സ്, വെബിനാറുകൾ, ഓൺലൈൻ യൂണിവേഴ്സിറ്റി, ഓഡിയോ ബുക്സ്, ഇ ബുക്സ്, അങ്ങനെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് ഏരിയാസാണ് ഇ ലേണിംഗ് ഇൻഡസ്ട്രിയിൽ ടോട്ടൽ വരുന്നത്. എൻ്റെ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ അഡ്വാൻസ്ഡ് ലെവൽ കോഴ്സിൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എത്രമാത്രമാണ് ഇതിൻ്റെ സാധ്യത, എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഇ ലേണിംഗ് ഇൻഡസ്ട്രി എത്ര വർഷം കൂടെ ഇനിയും സാധ്യതയുണ്ട്. കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ ബിസിനസ്സാണല്ലേ. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതിനുശേഷം ഇൻഫർമേഷൻ റവല്യൂഷൻ വന്നു, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സോഷ്യൽ മീഡിയ റവല്യൂഷനിലാണ്. റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇ ലേണിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത് അതും കമൻറ്റ് ചെയ്യുക. എത്രമാത്രം കോൺഫിഡൻ്റ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ, ഇ ലേണിംഗ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു യുണീക്ക് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. യെസ് ഐ ക്യാൻ എന്ന് എത്ര വ്യക്തികൾക്ക് പറയാനായിട്ട് സാധിക്കും? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. യെസ്, എനിക്ക് ഈ ഒരു മേഖലയിലൂടെ വിജയിക്കാൻ സാധിക്കും. കാരണം ആദ്യമേ ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിനും ആദ്യമേ വേണ്ടത് എന്താണ്? കോൺഫിഡൻസ് ആണ്, സെൽഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മേഖലയിലും വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ യെസ് ഐ ക്യാൻ ഡു എന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.